തിരുവനന്തപുരം കോർപ്പറേഷൻ മറ്റ് ഒരു കോർപ്പറേഷനും ഇല്ലാത്ത രീതിയിൽ ദിവസങ്ങളോളം ഇപ്പൊ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ സംഘർഷം ഇന്നും അവസാനിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസവും ഉണ്ടായിരുന്നു, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ രൂപപ്പെടുന്നത്? അതിനൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. അതുപോലെ തന്നെ ശബരിനാഥ് ഒരു തട്ടിൽ ശബരിനാഥ് നിൽക്കുന്നു, മറ്റൊരു തട്ടിൽ വി രാജേഷ് നിൽക്കുന്നു. ഇതിൽ ആർക്കാണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് ഒരു സ്വാധീനമുള്ളത്? അല്ല, തിരുവനന്തപുരത്ത് സ്വാധീനമുള്ളത് BJPക്ക് ആണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. അതുകൊണ്ടാണല്ലോ LDFും UDFും ഒരുമിച്ച് നിന്നിട്ടും, പല സ്ഥലത്തോടെ ഒരുമിച്ച് നിന്നിട്ടും 51 സീറ്റ് വാങ്ങിയിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുത്തത്. അപ്പൊ ശബരിനാഥ് മത്സരിക്കുന്നത് ആദ്യം കോർപ്പറേഷനിൽ മത്സരിച്ചു. ശബരിനാഥ് കോർപ്പറേഷനിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം അവകാശപ്പെട്ടിരുന്നത് താനായിരിക്കും അടുത്ത മേയർ എന്നാണ്. കാരണം മേയർ സ്ഥാനാർത്ഥിയായിട്ടും മേയറായിട്ടുമാണ് അദ്ദേഹം നിന്നത്. അപ്പം തിരുവനന്തപുരം പോലുള്ള ഒരു സിറ്റിയുടെ മേയറായിട്ടിരുന്നാൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിന് അവിടെ നിന്ന് ജയിച്ചു വന്നെങ്കിലും പാർട്ടിക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. പാർട്ടിക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത കാരണം അദ്ദേഹത്തിന് മേയറാകാനായിട്ട് കഴിഞ്ഞില്ല. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത പ്രതീക്ഷ എന്താ വെച്ചാൽ മന്ത്രിയാവുക എന്നുള്ളതാണ്. അപ്പോൾ മന്ത്രിയാകാൻ ഒരു അർഹത ഉണ്ടെന്നാണ് ഇവരൊക്കെ വിശ്വസിക്കുന്നത്. എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താ അർഹതയുടെ മാനദണ്ഡം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അച്ഛൻ മന്ത്രിയുമായിരുന്നു, സ്പീക്കറും ഒക്കെ ആയിരുന്നു, ആര്, G. കാർത്തികേയൻ. അങ്ങനെ കാർത്തികേയൻ മന്ത്രിയും സ്പീക്കറും ഒക്കെ ആയ സ്ഥിതിക്ക് അച്ഛൻ്റെ മരണത്തിന് ശേഷം ആ വിടവ് നികത്താൻ വേണ്ടി താൻ അവതരിക്കുകയും ജയിക്കുകയും ചെയ്തു. ആദ്യം അടക്കാല തെരഞ്ഞെടുപ്പിൽ ജയിച്ചു, പിന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചു, പിന്നെ തോറ്റു. ഇതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നൊരു കാര്യം. ഈ UDF അനുകൂല തരംഗ ആഞ്ഞടിച്ച സമയത്താണ് തോറ്റത്, അല്ലാതെ വെറുതെ ഒന്നുമല്ല തോറ്റത്. കാർത്തികേയൻ മരിച്ചു കഴിഞ്ഞ ആ മരണത്തിന്റെ ഒരു വാക്വത്തിൽ മത്സരിച്ച് ജയിച്ചു എന്നാണ്, നല്ല വോട്ടും കിട്ടി ജയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അതൊരു സിമ്പതി വേവിൽ ജയിച്ചതാണ്, അതല്ലാതെ അതൊരു രാഷ്ട്രീയ വോട്ടായിരുന്നില്ല. പിന്നത്തെ തെരഞ്ഞെടുപ്പ് അദ്ദേഹം ജയിച്ചു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് പിന്നെ 2 പ്രാവശ്യം MLA ആയി. അപ്പോൾ ഈ പ്രാവശ്യം MLA ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് മന്ത്രിയാകാൻ കഴിയും. തിരുവനന്തപുരത്ത് നിന്നൊരു മന്ത്രി എന്ന നിലക്ക് അദ്ദേഹത്തിന് പറ്റും എന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്. മന്ത്രിയാകാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട്. കാരണം അദ്ദേഹത്തിന് ഇത് മേയറാകാൻ കഴിഞ്ഞില്ല, മന്ത്രിയാകാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ വെറും ഒരു കോർപ്പറേഷൻ കൗൺസിലറായിട്ട് ഇരിക്കേണ്ടി വരുന്നതിൽ അദ്ദേഹത്തിന് വലിയ അസ്കിതയുണ്ട്. അദ്ദേഹമാണെങ്കിൽ കോർപ്പറേഷൻ്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇദ്ദേഹം MLA ആയിരുന്നപ്പോഴും എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിയോജക മണ്ഡലത്തിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുമായിരുന്നില്ല. കാർത്തികേയൻ അങ്ങനെ ആയിരുന്നില്ല. കാർത്തികേയൻ ഇത് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ജനകീയനായ ഒരു MLA ആയിരുന്നു കാർത്തികേയൻ. കാരണം അവിടുത്തെ എല്ലാവരുടെയും തോളിൽ കൈയിട്ട് നടക്കാനും അവരോടൊക്കെ കുശലം ചോദിക്കാനും അവരുടെയൊക്കെ പ്രശ്നങ്ങളിൽ ഇടപെടാനും കാർത്തികേയൻ ഒരു പ്രത്യേക വിരുദ്ധുണ്ടായിരുന്നു. അങ്ങനെയാണ് കാർത്തികേയൻ അവിടെ നിന്ന് ജയിച്ചു വന്നത്. പക്ഷെ കാർത്തികേയൻ ജയിച്ചു, ഇയാൾ നേരെ തിരിച്ചാ. ഇയാളതൊന്നും ചെയ്യുന്നില്ല. അപ്പൊ അതൊന്നും ചെയ്യാത്ത സാഹചര്യത്തിൽ ഇയാൾ ഇങ്ങനെ ആകുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഇയാൾക്ക് അതിൻ്റെ വലിയ ഒരു അസ്കിത ഉണ്ട്, ഒരു വിഷമമുണ്ട്. അപ്പൊ പിന്നെ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, താൻ ആഗ്രഹിച്ചിരുന്ന ഒരു പദവിയിൽ ഇരിക്കുന്ന ഒരാളെ എതിർക്കുക, അതാണ് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ ഒന്നാമത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ ഒരു ശക്തിയല്ല. ഈ പ്രാവശ്യം ജയിച്ചിട്ടുണ്ട്, 7 സീറ്റ് ജയിച്ചിട്ടുണ്ട്. അത് പക്ഷേ പാർട്ടി ശക്തമായതുകൊണ്ട് ജയിച്ചതേ അല്ല. പല സ്ഥലങ്ങളിലും മറ്റേ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു അന്തർധാരയുടെ ഫലമായിട്ട് ജയിച്ചതാണ്. കാരണം അവിടെയൊക്കെ അല്ലെങ്കിൽ BJP ജയിക്കാം, അല്ലെങ്കിൽ BJPക്ക് വോട്ട് കൂടുതൽ കിട്ടാം, അങ്ങനെ BJP വരരുത് എന്ന ഒരു ഗൂഢലക്ഷ്യം CPMനും കോൺഗ്രസിനും ഉണ്ടായതിൻ്റെ പേരിലാണ് ജയിച്ചത്. ആ ഒരു ഗൂഢലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നിട്ട് പോലും ശബരിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ആ ഒരു സീറ്റ് ബാക്കിയുള്ളവരുടെ പോലെ അത്രയും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു സീറ്റും ആയിരുന്നില്ലല്ലോ നിയമം. എങ്ങനെയാണ് സേഫസ്റ്റ് ആയിട്ട് സീറ്റ് ആകാതിരിക്കുന്നത്?
അല്ല, നേമത്ത് ശബരിനാഥനായിരുന്നു ഏറ്റവും കുറവ് സാധ്യത. കരുണാകരൻ മത്സരിച്ച് ജയിച്ചിരുന്ന മണ്ഡലമാണ്. കരുണാകരൻ ഒരു ഘട്ടത്തിൽ 2 സീറ്റ് മത്സരിക്കണം എന്ന് വന്നപ്പോൾ, മാള അദ്ദേഹത്തെ ചതിക്കുമോ എന്ന സംശയം വന്നപ്പോൾ അദ്ദേഹം മാളയിലും മത്സരിച്ച് നേമത്തും മത്സരിച്ചു. നേമത്ത് അദ്ദേഹത്തിന് വലിയ വോട്ടിന് ജയിച്ചു. നേമം കോൺഗ്രസിന്റെ ഒരു വലിയ കോൺസ്റ്റിറ്റ്യുവൻസി ആയിരുന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് നേമം അതുകൊണ്ട് അത് പിന്നീടല്ലേ നേമം BJP അത്ര കാലമായി ജോലി ചെയ്താണ് BJP വന്നത്. നേമം കോൺഗ്രസിന്റെ ആയിരുന്നല്ലോ, ഇദ്ദേഹത്തിന് അവിടെ ജയിക്കാമായിരുന്നല്ലോ. പക്ഷെ ജയിച്ചില്ല. അത് അദ്ദേഹത്തിന്റെ കൂടി കുഴപ്പം കൊണ്ടാണല്ലോ ജയിക്കാതിരുന്നത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ലല്ലോ. പക്ഷെ തനിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതിന്റെ പേരില് കോർപ്പറേഷൻ മേയറുടെ മെക്കിട്ട് കയറാൻ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇല്ല, അദ്ദേഹം തോറ്റിട്ടുണ്ടായിരുന്നത് BJP സ്ഥാനാർത്ഥിയോടുകൂടിയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ദേഷ്യം സ്വാഭാവികമായും ഉള്ളിൽ കാണത്തില്ല. അല്ല, രാജീവ് ചന്ദ്രശേഖരനോട് അദ്ദേഹം തോറ്റുപോയി, സമ്മതിച്ച്. രാജീവ് ചന്ദ്രശേഖരൻ ജയിച്ചു, ഇദ്ദേഹം തോറ്റു. തെരഞ്ഞെടുപ്പിൽ ജയിച്ചാ ജയിച്ചു, തോറ്റാ തോറ്റു. പിന്നെ അതിന് വേറൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. അടുത്ത തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വരും. അതിനുള്ള ക്ഷമയില്ല. അപ്പോഴെന്ന് വെച്ചാൽ കോർപ്പറേഷൻ അടിച്ച് താഴത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ കോർപ്പറേഷൻ മേയറാകാൻ കഴിയുമെന്നാണ് അദ്ദേഹം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. CPMന്റെ കൂടി സഹകരണത്തോടു കൂടി കോർപ്പറേഷൻ ഭരിക്കണം, അങ്ങനെ കോർപ്പറേഷനിൽ മേയറായിട്ടിരിക്കണം. അതിനുവേണ്ടി അദ്ദേഹം ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അതിനുള്ള അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. അവിശ്വാസ പ്രമേയത്തിന് ഒപ്പിടാനുള്ള നമ്പർ പോലും ഇല്ല, CPM ചേർന്നില്ല. അതോടുകൂടി അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് പരിപാടിയിലായി. അതിൻ്റെ ജാള്യതയുണ്ട്. ആ ജാള്യത തീർക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് തല്ലിലേക്ക് ഇറങ്ങിയത്. എന്നിട്ട് പറഞ്ഞു പിന്നെ സുഗതന ഈ പ്രദേശത്തേക്കൊന്നും കേട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള വിൺവാക്കുകൾ പറയുന്ന ഒരു നേതാവായിട്ട് ഇയാൾ മാറി എന്നുള്ളതാണ് സത്യം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും തരത്തിൽ ഒരു ജോലി ചെയ്ത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു വന്ന ഒരാളെ അല്ലല്ലോ ഇയാള്. സിവിൽ സർവീസിന് വേണ്ടി ട്രൈ ചെയ്ത് സിവിൽ സർവീസ് എഴുതി കിട്ടിയില്ല. സിവിൽ സർവീസ് കിട്ടാത്തവരെ ടാറ്റ എടുക്കുന്ന കൂട്ടത്തിൽ ടാറ്റയിൽ ജോലി ചെയ്തു. അത് ആ രീതിയിലാണ് ഇയാൾ പോയിരുന്നത്. അല്ലാണ്ട് ഇയാൾ KSUക്കാരനായിട്ടോ യൂത്ത് കോൺഗ്രസ്സുകാരനായിട്ടോ ഒന്നും വന്നതല്ല. ഇയാളുടെ രാഷ്ട്രീയ പ്രവേശം എന്ന് പറഞ്ഞാൽ എന്താണ്? അച്ഛൻ മരിച്ചപ്പോൾ അച്ഛൻ്റെ സിമ്പതിക്ക് അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ച ഒരാളാണ്. അല്ലാണ്ട് അയാൾ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും പ്രവർത്തിച്ച് പരിചയമുള്ള ഒരാളല്ല. അച്ഛൻ ആനപ്പുറത്തിരുന്നു എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് മകന്റെ ആസനത്തിൽ തഴമ്പുണ്ടാകില്ലല്ലോ. പക്ഷെ അച്ഛൻ ആനപ്പുറത്തിരുന്ന ആ തഴമ്പ് മതി എന്നൊരു ധാരണയിലാണ് ഇദ്ദേഹം നടക്കുന്നത്. അപ്പൊ VV രാജേഷിനെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കിയിട്ട് CPMന്റെ സഹായത്തോടു കൂടി തനിക്ക് മേയർ ആകണം എന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. കാരണം ഇനിയിപ്പോ എന്ന് വെച്ചാൽ MLA ആകാൻ പറ്റില്ല, മന്ത്രിയാകാനും പറ്റില്ല. അപ്പൊ മേയർ ആയിക്കഴിഞ്ഞാലേ ഈ കൊടിവെച്ച കാറിലൊക്കെ നടക്കാമല്ലോ എന്നൊരു ധാരണയിലാണ് അദ്ദേഹത്തിന്റെ ഒരു ഇരിപ്പ്. അതിനാദ്യം പാർട്ടി നന്നാക്കണ്ടേ, പാർട്ടിക്ക് വോട്ട് വേണ്ടേ? പാർട്ടിക്ക് വോട്ടില്ലല്ലോ. പാർട്ടിക്ക് വോട്ട് ഇപ്പൊ ജയിച്ചു എന്ന് പറയുന്നത് ഒരു തരംഗത്തിന്റെ പുറത്ത് ജയിച്ചതാണ്. ഒരു തരംഗം ഉണ്ടാകുന്ന സമയത്ത് ആളുകൾ ജയിക്കുകയും തോക്കുകയും ചെയ്യുന്നത് അത് പാർട്ടിക്ക് കിട്ടുന്ന വോട്ടായിട്ട് ബുദ്ധിയുള്ളവരാരും കണക്ക് കൂട്ടില്ല. കാരണം ഇന്ന് ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഈ തരംഗം ഇല്ല. ഇന്ന് ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ തരംഗം ഇല്ലല്ലോ. ആ തരംഗം അപ്രസക്തമാണ്. അപ്പൊ അതുകൊണ്ട് അത് ഇല്ലാത്ത ഒരാള് പിന്നെ അതല്ല മേയറെ മാറ്റണം. ഇയാൾ ഊണിലും ഉറക്കത്തിലും പറയണത് മേയറെ മാറ്റണം എന്നാണ്. എന്താ മേയർ ഓട് വിളിച്ച് കയറിയതല്ലോ. 51 പേരുടെ പിന്തുണയോടുകൂടി ജയിച്ച് കയറിയതല്ലേ, അണ്ട് ഓട് വിളിച്ച് കയറിയതല്ലോ. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോ ഇതുപോലെ 51 പേരെ ഉണ്ടാക്കിയിട്ട് മറ്റേ ശബരിനാഥിന് മേയറായിട്ടിരിക്കട്ടെ. അങ്ങനെ ഒരു സാധ്യതയ്ക്ക് കുറവുള്ളത് കൊണ്ടായിരിക്കില്ലേ ഇപ്പോൾ ചില വാർത്താ മാധ്യമങ്ങളൊക്കെ പറയുന്ന കേട്ടു, ഇനി 5 വർഷത്തില് ശബരിനാഥ് മത്സരിച്ചാൽ പോലും ജയിക്കാനുള്ള, സാർ ഇപ്പൊ പറഞ്ഞ പോലെ ആ ഒരു തരംഗം കഴിഞ്ഞു,
ഇനി ആ ഒരു സാധ്യത അധികം മുന്നിൽ കാണുന്നില്ല. അപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഒരു അട്ടിമറി ചെയ്യുക. അട്ടിമറിയിലൂടെ കോർപ്പറേഷന് ഇപ്പോൾ ഉള്ള ഭരണത്തെ താഴെ ഇറക്കുക. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഈ സത്യപ്രതിജ്ഞ പ്രശ്നം വന്നപ്പോൾ ശബരിനാഥ് ഇത്രയധികം ശക്തിയായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സത്യപ്രതിജ്ഞ അസാധുവാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തില് അന്ന് കൂടുതലായിട്ടും CPM-നായിരുന്നു അല്ലെന്ന് അവർക്കായിരുന്നു ഞാൻ ഒരു വിഷയം. ചോദിക്കട്ടെ, സത്യപ്രതിജ്ഞ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യപ്രതിജ്ഞ ചെയ്തത് ശരിയായില്ല. ഉം. ഒരാൾ ജയിച്ചു കഴിഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തത് ശരിയായില്ലെങ്കിൽ അയാളുടെ ഇത് ക്യാൻസലാക്കാൻ പ്രൊവിഷൻ ഇല്ല. വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ പറയാം. അത്രേ പറ്റുള്ളൂ. കാരണം അയാൾ സത്യപ്രതിജ്ഞ ചെയ്തത് അന്ന് സത്യപ്രതിജ്ഞ കേട്ടിരുന്ന അതോറിറ്റി അംഗീകരിച്ചിട്ടുണ്ട്. ഞാൻ സത്യപ്രതിജ്ഞയുടെ ഇടയ്ക്ക് ഇങ്ങനെ ആരുടെയെങ്കിലും ദൈവനാമമാണെങ്കിൽ ദൈവനാമം, ദൃഢപ്രതിജ്ഞനെങ്കിൽ ദൃഢപ്രതിജ്ഞ, അല്ല അല്ലാഹു എന്നിന്റെ നാമത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവനാമമായിട്ട് കൺവേർട്ട് ചെയ്ത് കൂട്ടാം എന്നൊക്കെ പറയുന്നത് ശരിയല്ല. അല്ലാഹു എന്നൊരു വാക്ക് നമ്മുടെ ഇതിനകത്തില്ല. കാരണം ഈ സത്യപ്രതിജ്ഞയുടെ സംഗതി ഭരണഘടനയുടെ ഭാഗമായിട്ടുള്ളതാണ്. നമ്മൾ എങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് പറഞ്ഞ് ആ സത്യപ്രതിജ്ഞയിലൊക്കെ ഒരു രീതിയുള്ള ഒന്നുകിൽ ദൈവനാമത്തിൽ ചെയ്യാം, അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ ചെയ്യാം. അതല്ലാതെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റേ ഇത് കൊളക്കടവിൽ കൊച്ചമ്മണിയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം വെക്കുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. അങ്ങനെ ചെയ്യാനും പാടില്ല. പക്ഷെ ഇവിടെ അത് അനുഭവിച്ചിട്ടുണ്ട്. എന്താ കാര്യം, അല്ലാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അനുഭവിച്ചു. പക്ഷെ ഈ പ്രാവശ്യം അല്ലാഹു നാമത്തിൽ ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല. ഇവിടെ ആരും, എല്ലാവരും ദൈവനാമത്തിൽ തന്നെ അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞയാണ് ചെയ്തത്. അപ്പൊ അല്ലാഹുവിന്റെ നാമത്തിൽ അയക്കേണ്ടത് നല്ലതാണ്. രാമന്റെ നാമത്തിലോ ഗുരുവായൂരപ്പന്റെ നാമത്തിലോ അയക്കേണ്ടത് അല്ല എന്ന് പറയുന്നതിൽ യുക്തിഭംഗമുണ്ട്. അതുകൊണ്ടാണ് ദൈവനാമം മതി എന്ന് പറയുന്നത്. ആ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഉടനെ ഒരു പ്രത്യാശ കിട്ടി. ഇത്രയും പേരെ അങ്ങ് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ളവരെ വെച്ചുകൊണ്ട് തനിക്കാകാം എന്നുള്ളതാണ്. എന്തോ മലർപ്പൊടിക്കാരൻ പോലും ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഒന്ന് അടങ്ങ് വേലായുധ എന്നാണ് പറയേണ്ടത്. അടങ്ങ് ശബരിനാഥ, അവസരം വരട്ടെ. അവസരം വരുമ്പോൾ ഇനി ആകാം. അല്ലാതെ നിലവിലുള്ളതിനെ വലിച്ച് താഴെ ഇടാനായിട്ട് ശബരിനാഥൻ നടന്നു കഴിഞ്ഞാൽ ശബരിനാഥൻ അത് കൂട്ടിയാൽ കൂടില്ല. അതിനുള്ള രാഷ്ട്രീയ തന്ത്രവും അറിയില്ല, രാഷ്ട്രീയ അനുഭവ പരിചയവുമില്ല. പിന്നെ ഇത് കിളി പോയെന്ന് പറയാറില്ലേ, ആ കിളി പോയ കാരണം ഇപ്പൊ എന്താ ചെയ്യണത്? ഇപ്പൊ ഗുണ്ടകളുടെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. ഒരു മറ്റത് പോയി, അതായത് ഇതിനു മുമ്പുണ്ടായിരുന്ന ആ ചോക്ലേറ്റ് പരുവത്തിലുള്ള ഒരു ലുക്ക് ഉണ്ടല്ലോ, അതൊക്കെ പോയി. ഇപ്പൊ ഗുണ്ടകളുടെ ഭാഷ, അവൻ വന്നു കഴിഞ്ഞാൽ അവനെ കേട്ടില്ല, അതൊക്കെ പറയാൻ ഇയാളാരാണ്? അയാള് കേസിലെ പ്രതിയാണെങ്കിൽ പ്രതിയുടെ കാര്യം കഴിഞ്ഞ് വരുന്ന സമയത്ത് അയാൾക്ക് കയറണ്ടേ? അപ്പൊ അതുകൊണ്ട് ശബരിനാഥനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും മേയറായേ പറ്റൂ എന്ന ദുർവാശിയിലാണ് നടക്കുന്നത്. അതൊരു ദുശാഠ്യമാണ് ശബരിനാഥ. അത് തന്നെ എങ്ങും എത്തിക്കാൻ പോകുന്നില്ല. ആദ്യം തന്നെ പാർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ട് പാർട്ടി വളർത്തിയെടുത്തിട്ട് ജയിച്ചു വരട്ടെ. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നതാണ് ഞങ്ങളുടെ വിജയം. ഒപ്പം നിങ്ങൾ കൂടെ ഉണ്ടാവണം, ഒപ്പം സഞ്ചരിക്കണം. ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് തന്നെ.